പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പശ്ചാത്തപിക്കാനാണ് ഇന്നത്തെ ഓർമ്മപ്പെടുത്തൽ. എന്തിനു വേണ്ടി പശ്ചാത്തപിക്കണമെന്ന് കർത്താവിനോട് ചോദിച്ചാൽ അവിടുത്തെ പരീക്ഷിച്ച ദിനങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാനായിട്ട് വചനം നമ്മളോട് പറഞ്ഞു തരും. അവിടുത്തെ അവിശ്വസിച്ച നിമിഷങ്ങൾ, അവിടത്തോട് അത്ഭുതങ്ങളും അടയാളങ്ങളും ആവശ്യപ്പെട്ട നിമിഷങ്ങൾ, അതല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് ഇങ്ങനെ വല്ലാതെ വാശി പിടിച്ച, ശാഠ്യം പിടിച്ച ദിവസങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. കർത്താവ് അത് പറയും, ഇത് ദുഷിച്ച തലമുറയാണ്, കാരണം ഇത് അടയാളം അന്വേഷിക്കുന്നു. പശ്ചാത്തപിക്കേണ്ടത് ഇതിനെക്കുറിച്ചിട്ടാണ്. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, പശ്ചാത്താപം എന്നുള്ളതാണ്. വചനം പറയുന്നത് പോലെ, പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ ആവർത്തിക്കുന്നത് പോലെ, ദൈവമേ, നുറുങ്ങിയ ഹൃദയം അങ്ങ് നിരസിക്കില്ല. നുറുങ്ങിയ ഹൃദയം എത്ര വലിയ പാപമാണ് ചെയ്യുന്നതെന്ന് അറിയണം. ഇസ്രായേൽക്കാര് കർത്താവിനെ പരീക്ഷിച്ചതിൻ്റെ കാരണം നമ്മൾ പലവട്ടം ധ്യാനിച്ചതാണ്. എത്ര തവണ അവരെൻ്റെ അടയാളങ്ങൾ കണ്ടതാണ്. മരുഭൂമിയിൽ വെച്ച്, ചെങ്കടലിന് നടുവിൽ വെച്ച്, ഈജിപ്തിൽ വെച്ച് ഒക്കെ അവരെൻ്റെ മഹത്വം ദർശിച്ചതാണ്. ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ അവർ കണ്ടതാണ്. എന്നിട്ടും വീണ്ടും 10 പ്രാവശ്യം അവരെന്നെ പരീക്ഷിച്ചത് കൊണ്ട് ഈ തലമുറയിൽ ഒരാളും വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കില്ല. അത്രയ്ക്ക് കഠിനമായിട്ടുള്ള കാര്യമാണ് കർത്താവ് പറഞ്ഞത്. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പശ്ചാത്താപം ആവശ്യമാണ്. അപ്പോൾ കർത്താവിനെ പരീക്ഷിച്ച ദിനങ്ങൾ, അവിശ്വസിച്ച ദിനങ്ങൾ ഓർത്ത് മനസ്തപിച്ചേ പറ്റുള്ളൂ. ഈ മനസ്താപം ഹൃദയം നുറുങ്ങിയിട്ടുള്ളതാണെങ്കിൽ എന്താണ് പ്രതിഫലമെന്ന്, എന്താണ് ആഫ്റ്റർ എഫക്റ്റ് എന്ന് ഒന്നാമത്തെ വായന പറഞ്ഞു തരും. യോന ചെന്നിട്ട് നിനവേ എന്ന് പറയുന്നൊരു മഹാനഗരത്തോട് പ്രസംഗിക്കുന്നു, നിങ്ങൾ പശ്ചാത്തപിക്കുക, നിങ്ങളെ ഉടനെ തന്നെ നിങ്ങളെ 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. പശ്ചാത്തപിക്കാൻ പോലും അല്ല പറയണേ, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. അത് കേട്ടതോടുകൂടെ നിനവയിലെ ജനങ്ങൾ കർത്താവിൽ വിശ്വസിച്ചു. അവരൊരു ഉപവാസം പ്രഖ്യാപിച്ചു. പിന്നീട് പശ്ചാത്താപത്തിൻ്റെ നാളുകളാണ്. രാജാവ് മുതൽ കന്നുകാലികൾ വരെ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ചു. ഈ കർത്താവിൻ്റെ പദ്ധതി വരെ, അവിടുത്തെ പദ്ധതി വരെ ശിക്ഷിക്കാനായിട്ടുള്ള തീരുമാനം വരെ മാറ്റിക്കളയുന്ന വിധത്തിൽ ശക്തമാണ് ഉപവാസം എന്ന് നമ്മളിവിടെ കാണും. കർത്താവ് കരുണ കാണിക്കാനായിട്ട് ഒരു ലൂപ്പ് ഹോൾ ഇട്ടാനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഈ മനുഷ്യർ അവിടുന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുകളിലായിട്ട് ഒരു ഉപവാസം പ്രഖ്യാപിക്കുക. നശിപ്പിക്കാനാണ് തീരുമാനം. നശിഞ്ഞു പോകാനായിട്ടുള്ള മനുഷ്യർക്ക് തിരിച്ചു വരാനായിട്ടുള്ള വലിയൊരു വഴി നമ്മുടെ മുൻപിൽ ഇങ്ങനെ തുറന്നു കിട്ടുന്നത് പശ്ചാത്താപമാണ്. പശ്ചാത്തപിക്കുന്നതോടുകൂടെ കർത്താവിൻ്റെ തീരുമാനങ്ങൾക്ക് വരെ മാറ്റം ഉണ്ടാവുന്നുണ്ട്. നിനവേ നശിപ്പിക്കപ്പെടുന്നില്ല. അവരെ തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു എന്ന് കണ്ട ദൈവം മനസ്സ് മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുന്നത് നമ്മൾ കാണും. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. ഇതാണ് പശ്ചാത്താപത്തിൻ്റെ ശക്തി. കർത്താവ് പറയുന്നുണ്ട്, ദുഷ്ടൻ മരിക്കുന്നതിലല്ലല്ലോ, അവൻ മനസ്സ് തിരിഞ്ഞ് എന്നിലേക്ക് തിരിച്ചു വരുന്നതിനാണല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും അങ്ങനെ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ മുൻപിൽ നിന്ന് നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. കർത്താവെ, തെറ്റുപറ്റിപ്പോയി എന്നൊന്ന് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. തമ്പുരാനെ പറ്റിപ്പോയി എന്ന് ഒന്ന് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. കർത്താവ് ഇങ്ങനെ തിരികെ എടുക്കുന്നത് ജീവിതത്തിലേക്കാണ്. ഇങ്ങനെ വലിയൊരു കൊലപാതകം ചെയ്തിട്ട്, അറിയാതെയാണെങ്കിലും കയ്യബദ്ധമാണെങ്കിലും ഇങ്ങനെ കൊലപാതകം ചെയ്തിട്ട് ഇതൊരാളോടും പറയാൻ പറ്റാതെ അവസാനം ഒരു വേശ്യാലയത്തിൽ അഭയം തേടുന്ന, ആ വേശ്യയോട് താൻ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുന്ന ദസ്തവേസ്കിയുടെ ഒരു കഥാപാത്രമുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഒരു പള്ളിയിലേക്ക് പോകുന്നുണ്ട്. ആ നോവലിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗങ്ങളാണ് ആ ഇരുണ്ട സായാഹ്നങ്ങൾ. അവർ രണ്ടുപേരും കൂടി പള്ളിക്കകത്തേക്ക് തുറന്നിട്ടിരിക്കുന്നൊരു പള്ളി, അവിടെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു വേദഗ്രന്ഥം. ആ വിശുദ്ധ ഗ്രന്ഥം ഇവർ തുറന്നു വായിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന ഭാഗം. അറിയാതെയാണെങ്കിലും കൊലപാതകിയായി പോയ ഒരാളുടെയും ജീവിതത്തിൻ്റെ ആവശ്യകത കൊണ്ട് ഇങ്ങനെ തെറ്റിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെയും കണ്ണ് ഒരുപോലെ നിറയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, മരണത്തിൽ നിന്ന് പോലും ഒരാളെ തിരിച്ചെടുക്കാൻ കഴിവുള്ള എൻ്റെ കർത്താവിന് എൻ്റെ ഈ പാപങ്ങളിൽ നിന്ന് എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് തിരികെ എടുക്കാനാണോ പ്രയാസം എന്നുള്ള ഒറ്റ ചിന്ത. അത് തന്നെ, പശ്ചാത്തപിച്ചാൽ മാത്രം മതി. കർത്താവ് ഇങ്ങനെ തിരികെ എടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ്.
കർത്താവെ പറ്റിപ്പോയി എന്നുള്ള ഏറ്റുപറച്ചിൽ ആ സ്വർഗത്തിൻ്റെ സുഹൃതങ്ങളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണെന്നറിയാം. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ധൂർത്തപുത്രൻ അതാ പറയണത്, പിതാവെ നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു, നിന്റെ ദാസനെന്ന് വിളിക്കപ്പെടാൻ പോലും എനിക്ക് അർഹതയില്ല, എന്നെ മകനെന്ന് വിളിക്കപ്പെടാൻ അർഹതയില്ല, ദാസനായിട്ട് പരിഗണിച്ചാൽ മതി. തെറ്റുപറ്റിപ്പോയി. അയാൾ സ്വീകരിക്കുന്നത് സ്വന്തം മകനായിട്ടാണ്. വലിയൊരു വിരുന്നൊരുക്കിയിട്ടാണ് തിരികെയുള്ള സ്വീകരണമൊക്കെ. തമ്പുരാൻ്റെ ഇതിന് മുൻപിൽ നിന്ന് പശ്ചാത്തപിച്ചു തുടങ്ങാം. നമുക്ക് ചെയ്തു പോയ തെറ്റുകളോർത്ത്, ഏറ്റവും വലിയ തെറ്റായ അവിടുത്തെ പരീക്ഷിച്ചതിനെ ഓർത്ത്, അവിടുത്തെ അവിശ്വസിച്ചതിനെ ഓർത്ത്, ചില കാര്യങ്ങൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാതിരിക്കുമ്പോൾ ദൈവത്തെ പഴി പറഞ്ഞതിനെ ഓർത്ത്, അതിനെ ഓർത്ത് ഇങ്ങനെ നിരാശപ്പെട്ട് ജീവിച്ചതിനെ ഓർത്ത്, പള്ളിയിൽ പോകാതിരുന്നതിനെ ഓർത്ത്, പ്രാർത്ഥന മുടക്കിയതിനെ ഓർത്ത് പശ്ചാത്തലം കർത്താവിങ്കിലേക്കുള്ള തിരികെ നടപ്പിന് വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി കാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം പറയുന്നുണ്ട്, എനിക്ക് പാപമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി, എന്നാൽ ഞാൻ എൻ്റെ പാപം ഏറ്റു പറഞ്ഞപ്പോൾ എനിക്ക് സമൃദ്ധിയും സന്തോഷവും ഉണ്ടായി. കർത്താവെ, ഞങ്ങൾ പാപങ്ങൾ ഏറ്റുപറയാണ്. പ്രത്യേകിച്ച് അങ്ങയെ പരീക്ഷിക്കാനായി മുതിർന്ന ആ ഒരു വല്ലാത്ത നിമിഷങ്ങളെ ഓർത്ത് കർത്താവെ, മനസ്താപത്തോടും പശ്ചാത്താപത്തോടും കൂടി അങ്ങേ മുൻപിലായിരിക്കുന്ന മക്കളെ കടാക്ഷിക്കണമേ എന്ന് അവിടുത്തെ കരുണയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് വിശ്രമത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.